എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ശ്രീനഗറിലേക്കുള്ള യാത്രക്കിടയിൽ ജമ്മു കാശ്മീരിനും ശ്രീനഗറിനും മധ്യേ റാംബൻ എന്നുള്ള സ്ഥലത്താണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു ഗായ്സ്. ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ സ്ഥലത്തോട്ട് ശ്രീനഗർ എനിക്ക് പോയിട്ട് ഒരു ബോട്ടിംഗ് ഒക്കെ ചെയ്യണം. പോവാം. എൻ്റെ ബാഗ് സെറ്റായി. എൻ്റെ ലുക്ക് എൻ്റെ വീട്ടിലും കൂടി താഴ്ന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റാംബനിൽ നിന്ന് ശ്രീനഗറിലോട്ട് പുറപ്പെടുവാണ്. 136 കിലോമീറ്ററാണ് റാംബനിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ളത് ഏതാണ്ട്. അപ്പോൾ റാംബൻ എന്ന് പറയുന്നത് ജമ്മുവിൻ്റെ ശ്രീനഗറിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടുള്ള സ്ഥലമാണ്. ചെനാബ് റിവറിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൗണാണ് റാംബൻ ആക്ച്വലി. അപ്പോൾ അതൊരു ജൂയിഷ് സ്കോളറിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് താഴെ വന്നൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ കണ്ട കാഴ്ചയായത്. കുഞ്ഞാടുണ്ടല്ലേ? ആ പട്ടി നോക്ക് ഹനി, അതിന് എത്രയാ ഫർ? അതിന്റെ ഷെപ്പേർഡിനെ കണ്ടു നീ? വലിയ കുതിര, യൂണിക്കോണിന് മാതിരി ഒരു കുതിര ഉണ്ടല്ലേ? യൂണിക്കോണിന് വലിയ ഇഷ്ടാ. എന്നാ ഹനി ഒരു ബേബി പോന്ന ബേബി കണ്ട, കുഞ്ഞു ബേബി. അതിന്റെ മേലാണ് കേണ്ടത്. എനിക്ക് ഹൈറ്റ് കൂടുതലിന്റെ മേലാണ് കേറേണ്ടത്. ഹൈറ്റ് കൂടിയതിന് മേലോ? നമുക്ക് ഹൈറ്റ് കുറഞ്ഞതിന് മുകളിൽ കയറാം. അയ്യോ, വെള്ളം കുടിക്കണം പാവം, ചെളി വെള്ളമൊക്കെയാ കുടിക്കണേ, കഷ്ടം. എൻ്റെ വാല നോക്കി. ആ ചേച്ചി, ശ്രീനഗർ ജമ്മു പാട്ടിടനെ കാണുമ്പോഴേ എനിക്ക് ആ സിനിമയിൽ താട്ടിടയന്മാരെ ഓർമ്മ വരുന്ന. കീർത്തിചക്ര. അനന്ത്നാഗ് 76 കിലോമീറ്റർ, ബനിഹാൾ 38 കിലോമീറ്റർ കേട്ടോ. അപ്പം ബനിഹാളായിരുന്നു ഇന്നലെ മാപ്പിൽ വന്നത്. ശ്രീനഗർ 135, ഗുൽമാർഗ് 186, സോനമാർഗ് 212, ലേ 549. അങ്ങനെ ഞങ്ങൾ രാവിലെ 8 മണിക്ക് കഴിയുമ്പോഴത്തേക്കും റാംബനിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെനാബ് നദിയുടെ സൈഡിൽ കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, റാംബൻ എന്ന് പറയുന്നത് ചെനാബ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ്. ഞങ്ങൾ ഏകദേശം 2 മണിക്കൂർ 56 മിനിറ്റാണ് മാപ്പിൽ ഞങ്ങളുടെ സ്റ്റേയിലേക്കുള്ള ദൂരം കാണിക്കുന്നത്. എത്രയും നമുക്ക് നേരത്തെ കണ്ടതൊക്കെ കുറവായിരുന്നു. ഷിപ്പുണ്ട്, നോർമലുണ്ട്. നേരത്തെ കൂട്ടത്തിൽ നോർമലായിരുന്നു. ആ അതെ, ഹനി റിവർ. അത് നമ്മൾ ട്രെയിനിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ മിസ്സായേനെ. പിന്നെ നമുക്കൊരു അഡ്വഞ്ചറസ് ഡ്രൈവും കിട്ടി. പക്ഷെ അത്രയും അഡ്വഞ്ചറസ് ആവണ്ടായിരുന്നു, അത് വേറെ കാര്യം. ഇപ്പോൾ മുമ്പോട്ട് നോക്കുന്നവർ നമുക്ക് നിറയെ മലനിരകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്, അതായത് റാംബൻ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ പീർപഞ്ചൽ മലനിരകളുടെ താഴ്വാരത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ജമ്മു ആയിരുന്നെങ്കിൽ അത് ശിവാലിക് മലനിരകളുടെ അടിയിലായിരുന്നു. അപ്പോൾ റാംബൻ സ്ഥിതി ചെയ്യുന്നത് പീർപഞ്ചൽ മലനിരകളുടെ താഴ്വാരത്തായിട്ടാണ്. ഞാൻ ഈ ട്രക്ക് വരുന്ന നോക്കും മുകളിൽ നിന്ന് കണ്ട. ഓക്കെ ഓക്കെ. ലാൻഡ് സ്ലൈഡ് ഇല്ലെങ്കിൽ എല്ലാം ഓക്കെ ആയിരുന്നല്ലോ. അതാണ് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു. അതല്ല, ഞാൻ പറഞ്ഞില്ലേ പ്രീത ചേച്ചിയൊക്കെ വന്നപ്പം ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇതെവിടെ ഒരു മന്ദിർ, ദേവി മന്ദിർ, ബസ് സ്റ്റോപ്പ്. ഒരു മിനിറ്റ്, ആർമി വണ്ടി ഏതിലേ പോകും. They don't have any restrictions. അതവിടെ ഒരു ടണലുണ്ട്. തിരിച്ചു വരുമ്പോൾ T02
ടണൽ കിട്ടും. നോക്കിയ ഹനി ടണലല്ല, പക്ഷെ ഈ കൺസ്ട്രക്ഷൻ കൊള്ളാല്ലേ. എവിടെ? അതെ ഹനി, മങ്കീസ്. നമ്മളെ ആദ്യത്തെ ബ്ലോക്ക് ഹനി ഇന്നത്തെ പിടിച്ചു നിർത്തിയതല്ല, അങ്ങോട്ട് പോകാൻ വഴിയില്ല. അതുകൊണ്ട് താഴെ മുതൽ വണ്ടികൾ തൂപ്പായിരിക്കും. നോക്കിക്കോ, ഇതാ അവിടെ ഒരു വാട്ടർഫോൾ, നല്ല സുന്ദർ വാട്ടർഫോൾ. അതാ കണ്ടോ? ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും നടക്കുന്നില്ല ഇവിടെ. ഇത്രയും ട്രക്ക് ഇന്നലെ രാത്രി ഇന്നുമായിട്ട് നമ്മൾ കണ്ടില്ല. എനിക്കൊന്നും ആപ്പിൾ സീസൺ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ. നമ്മളാണ് ആപ്പിൾ കൊണ്ടുവന്ന് വണ്ടിയായിരിക്കും. ഹനി കണ്ടോ? ഹനി കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഹനീൻ്റെ ഫ്രണ്ട്സിനെ കണ്ടോ? നോക്കൂ നോക്കൂ. ഓക്കെ, ഇല്ല ആവുന്നില്ല. അമ്മയും കുഞ്ഞും നോക്കൂ. ഇതൊക്കെ എവിടെ മുഴുവൻ നിങ്ങൾ ഇരിക്കുന്നത് വേണ്ട. ഇതാ ഹനി പേനൊക്കെ നോക്കി കൊടുക്കുന്ന. നോക്കി ഹനി, ഇത് നോക്ക് ഹനി, എന്ത് ക്യൂട്ടായിരിക്കുന്ന ഹനി. നോക്ക് ഹനി, ഇത് ബേബി മദറും. ഇതാ നോക്ക്, കെട്ടിപ്പിടിച്ചിരിക്കും. നോക്ക് അതിന്. അയ്യടാ, ഇതേ ഒരു കുഞ്ഞതേ മരക്കൊമ്പിലിരിക്കുന്ന, വേറൊരു അമ്മയും കുഞ്ഞി കല്ലിൻ്റെ മുകളിൽ ഇവിടെ ഇരിക്കുന്ന കണ്ടോ? കണ്ണ അതേ ഒരു വലിയ അച്ഛൻ കുരങ്ങിയിരിക്കുന്ന അവിടെ. ഇനി നമ്മൾ കാറിനകത്തിരിക്കുന്നു, അത് പുറത്ത് മരത്തിലിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് പേടിക്കാൻ എന്താ? എവിടെ നോക്കൊരു അമ്മയും കുഞ്ഞു നോക്ക് കണ്ണാ. ആ കുഞ്ഞിനാരോ ബനാന കൊടുത്തു. അല്ല, അത് ലാൻഡ് സ്ലൈഡ് ആയ സ്ഥലം കണ്ടോടാ. ഓ, അവിടെയൊക്കെ ട്രക്കുകൾ വഴിയിൽ നിർത്തിയിട്ടിട്ടുണ്ട്. അതെ, ആ വാട്ടർഫോൾ നോക്കി നിൽക്കണ്ടോ? എന്താ മോളൊന്ന് വരുന്നത് കണ്ടോ? നീ ഉണ്ടോ? കല്ല് 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 അല്ല, റോഡ് പണി ചെയ്യുന്ന അങ്കിൾ. അത് ഏതുമാ? ശ്രീനഗർ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലത്തെ ഏറ്റവും വലിയ സിറ്റിയും ഇന്നലെ പറഞ്ഞ മാതിരി ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സമ്മർ ക്യാപിറ്റലുമാണ്. ഝലം റിവറിൻ്റെ തീരത്തായിട്ടാണ് ഈ ശ്രീനഗർ എന്നുള്ള സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു ദേവതയായ ലക്ഷ്മിയുടെ, അതായത് ശ്രീയുടെ, ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ശ്രീയുടെ പേരിലാണ് ശ്രീനഗറിൻ്റെ ആദ്യ ഭാഗം രൂപപ്പെട്ടത്. പിന്നെ നഗർ എന്നുള്ളത് സൂര്യനഗർ, അതായത് സൂര്യൻ്റെ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് നഗർ. അങ്ങനെയാണ് ശ്രീനഗർ എന്നുള്ള പേര് ഈ സിറ്റിക്ക് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ ടണലിനകത്ത് കയറിയിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു ടണലായിരുന്നു. 40 km/h ടണലിനകത്ത് സ്പീഡ്. പിന്നെ ഇന്നലെ കണ്ട പോലെ ശ്യാമപ്രസാദ് മുഖർജി ടണലിൻ്റെ അകത്ത് കണ്ട മാതിരി ലൈറ്റ്സൊന്നും ഇല്ലാണ്ട്. പക്ഷെ എന്തായാലും ഈ ടണലൊക്കെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ആയത് കാരണം തന്നെ എക്സ്ട്രീം വിൻ്ററിലായാലും മഞ്ഞ് വീഴ്ചയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മഞ്ഞ് വീഴ്ചേനൊക്കെ പ്രതിരോധിച്ച് ട്രാൻസ്പോർട്ടേഷൻ സുഗമമായി നടത്താനൊക്കെ ഈ ടണൽ കൺസ്ട്രക്ഷൻസ് കുറേ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ടണൽ കഴിഞ്ഞ് ഒരു ഇത്തിരി നേരം സഞ്ചരിച്ചപ്പോഴത്തേക്ക് തന്നെ അടുത്ത ടണൽ വന്നിട്ടുണ്ട്. ഇതൊരു 2-way ടണലാണ് തോന്നുന്നു, കാരണം 2 വശത്തേക്കും കൂടി വണ്ടികൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇവിടുത്തെ ടണൽ എനിക്ക് തോന്നുന്നു കൺസ്ട്രക്ഷനൊക്കെ ജസ്റ്റ് കഴിഞ്ഞ് ഗതാഗതത്തിന് വേണ്ടി തുറന്ന് കൊടുത്തതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. നമ്മൾ മണാലിയിലൊക്കെ പോകുമ്പോഴായാലും കുറേ ടണൽസ് ഉണ്ട്, പക്ഷേ അതൊക്കെ നല്ല ഭംഗിയായി മുമ്പിൽ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് ഓരോ ടണലിനും പേരൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ചെയ്ത് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ജസ്റ്റ് കൺസ്ട്രക്ഷൻ തീർന്ന ഉടനെ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുക തോന്നുന്നുണ്ട്. നമ്മൾ ടണലിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഏതോ ഒരു പാലത്തിന് മുകളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ വേറൊരു പാലം, അത് റെയിൽവേ ഓവർ ബ്രിഡ്ജാണോ അതോ റോഡാണോ മനസ്സിലാവുന്നില്ല, അതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വഴി എവിടെ നോക്കിയാലും ഇതേപോലെ ഇങ്ങനെ കുറേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതും കുറച്ച് ട്രാഫിക് ബ്ലോക്കിൻ്റെ കാഠിന്യം കൂട്ടുന്നുണ്ടെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കൺസ്ട്രക്ഷനൊക്കെ അനിവാര്യമാണല്ലേ. ഇത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് സ്മൂത്തായിട്ട് യാത്ര സാധ്യമാവുള്ളൂ. അപ്പം നമ്മളീ പോകുന്ന വഴിക്ക് മുഴുവൻ ഈ അമർനാഥ് യാത്രികരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡ് കാണാമേ. അപ്പോൾ ഈ വർഷത്തെ അമർനാഥ് യാത്ര ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈ 3 മുതൽ ഓഗസ്റ്റ് 9 വരെ 38 ദിവസത്തെ തീർത്ഥാടന കാലമായിരുന്നു ഈ വർഷത്തെ അമർനാഥ് യാത്ര. അപ്പോൾ ഈ അമർനാഥ് യാത്രികർക്ക് വേണ്ടിയിട്ട് ജമ്മു ആൻഡ് കാശ്മീർ ഗവൺമെൻറ് ഇപ്പോഴാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും കുറേയധികം ഫെസിലിറ്റീസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ നമ്മളതേ കണ്ടോ ട്രഡീഷണൽ കാശ്മീരി സ്റ്റൈലിലുള്ള വീടുകളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. റാംബൻ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ മുതൽ മഞ്ഞ് വീഴ്ചേനൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഇങ്ങനെ സ്ലോപ്പായി പിന്നെ വളരെ കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇവിടുത്തെ വീടുകൾക്ക് പൊതുവിലുള്ളത്. എൻ്റെ അമ്പലം കണ്ടോ നീ, വലുതല്ലതാ, ഓം നമ ശിവായ ചെയ്തിട്ട് ഇത് താഴെ കണ്ട നല്ല സ്ഥലങ്ങൾ. നല്ല ഉണ്ടല്ലേ, പെർഫെക്റ്റ്. പിക്ചർസ്കി ബ്ലോക്ക് ഇല്ലാണ്ട് ഇങ്ങനെ പോകുമ്പോ എന്താ ഒരു സന്തോഷല്ലേ. ആ ഈടാ ട്രക്ക് മുഴുവൻ കിടക്കുന്നുണ്ട്. അതെ അതെ, ഇവിടെയൊക്കെ ടീ സ്റ്റാളൊക്കെ ഉണ്ട്. അതെ, ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനത്തെ ഏതെങ്കിലും കുഞ്ഞു കടയിൽ കയറി കഴിക്കാം. ഹെവൻ ഓൺ അർത്ത് അഥവാ ഭൂമിയിലെ സ്വർഗം എന്നാണ് കാശ്മീർ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ പേരിനെ അന്വർത്ഥമാക്കും വിധമുള്ള കാഴ്ചകളായിരിക്കും നമുക്ക് ശ്രീനഗറിൽ ലഭിക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ദാൽനെക്ക് ആയാലും മുഗൾ ഗാർഡൻസ് ആയാലും അങ്ങനെ നിറയെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ശ്രീനഗറിലുണ്ട്. അപ്പോൾ നമുക്കതിൽ കുറച്ചെങ്കിലും അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറയാം, ഫേസ് 2 പോയാൽ നമ്മളിങ്ങനെ ക്ലൗഡ്സിനെ തൊടാൻ പറ്റുന്ന പോലെ ഫേസ് 2 പോകുമ്പോൾ നമ്മൾ ക്ലൗഡ്സിനെ തൊടാൻ പോകുന്ന പോലെ ഉണ്ടാവുക. നമുക്ക് പോയേക്കാം ഒരു പ്രാവശ്യമല്ലേ. അതെ, 200 പ്രാവശ്യം നമ്മൾ വരില്ലല്ലോ, വരാനുള്ള സാധ്യത കുറഞ്ഞില്ല. ഞങ്ങളങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വഴിയിലൊക്കെ കടകളൊന്നും തുറന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പൊതുവെ ഞങ്ങൾ കണ്ടിട്ടുള്ള ട്രെൻഡാണ് അത്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടകളൊക്കെ വളരെ വൈകിയാണ് തുറക്കുന്നത്. ഇവർ കൂടുതലും സ്നാക്സും ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. നമ്മളെ പോലെ അത്രയും വലുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നിർത്തിയ സ്ഥലവും വളരെ സീനിക്കായ സ്ഥലമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ഭംഗിയുള്ള മലകളും പുൽമേടുകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല തണുപ്പാ. അങ്ങനെ ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അത് ആലു പൊറോട്ടയും പിന്നെ അണ്ട പൊറോട്ടയും മാത്രമേ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഞങ്ങൾ പോയ ശേഷമാണ് അവർ ഉണ്ടാക്കി തുടങ്ങുന്നതിന്. അതിനൊരു സാലഡും പിന്നെ ഒരു 2 ചെറിയ സബ്ജിയും. അപ്പോൾ അത്രയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫ് ടു ശ്രീനഗർ. Yes. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അല്ലേ? ഇപ്പോഴും യൂട്ടേൺ ഇതല്ലാന്നല്ലോ പോകുന്നത്. പാസോസ് വെജ് ആൻഡ് നോൺ വെജ്. ശ്രീനഗർ സീതയാണ് 88 കിലോമീറ്റർ ആണ്. ദഹ്ലി ദ റസോയി ശുദ്ധ ശാക്കാഹാരി ഭോജനാലയ. നമ്മൾ ബനിഹാളിലാണുള്ളത് അല്ലേ? ഇത് നോക്കൂ, ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ നോക്കിയേ. ഇതാ നല്ല ഭംഗിയില്ല കാണാൻ. ബനിഹാൾ റെയിൽവേ സ്റ്റേഷനാണ്. ബനിഹാൾ എന്ന് പറയുന്നത് രാംബൻ ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. ഈ ബനിഹാളിൽ നോർമലി സംസാരിക്കുന്ന ഭാഷ കാശ്മീരിയാണ്. അപ്പോൾ കാശ്മീരി ഭാഷയിൽ ബനിഹാൾ എന്നുള്ളതിൻ്റെ അർത്ഥം സിവിയർ സ്നോ സ്റ്റോം എന്നാണ്. അതായത് ശക്തമായ മഞ്ഞ് കാറ്റ്. അപ്പം അത്രയും മഞ്ഞ് വീഴ്ചയും കാറ്റും ഒക്കെ ഉള്ള സ്ഥലമായിരിക്കണം. ഇപ്പം നമ്മൾ ബൈ ട്രെയിൻ ശ്രീനഗറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ ബൈ റോഡ് പോവുകയാണ് വേണ്ടത്. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി ട്രെയിൻ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടിയുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ മുഴുവനായിട്ടും ബൈ റോഡ് തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. റോഡായില്ലേ CRPF വേണ്ടി. ഇവിടെ മുഴുവൻ CRPF ആയിരുന്നേ. അതൊക്കെ നല്ല റോഡായി. ടോൾ പ്ലാസ 500 മീറ്ററിൽ. മുകളിലേക്ക് നോക്കൂ. ഡിസംബറിലൊക്കെ വന്നാൽ ഇത് ഡിസംബറിലൊക്കെ ഇത് മുഴുവൻ മഞ്ഞായിരിക്കും കേട്ടോ അല്ലേ? പിന്നെ ബനിഹാൾ ഖാസിഗുണ്ട് ടണലാണ്. 8.45 കിലോമീറ്റേഴ്സ് ലെങ്ത്. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ 8.45 കിലോമീറ്റർ. 8.45 ബനിഹാളിനെയും ഖാസിഗുണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന 8.45 കിലോമീറ്റർ നീളമുള്ള ഒരു ട്വിൻ ടണലാണ് ഈ ബനിഹാൾ ഖാസിഗുണ്ട് ടണൽ എന്ന് പറയുന്നത്. അപ്പോൾ 2011 നിർമ്മാണം ആരംഭിച്ച് 2021 ഇത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് പബ്ലിക്കിന് തുറന്നു കൊടുത്തത്. ഇപ്പോൾ ബനിഹാളിൽ നിന്ന് ഖാസിഗുണ്ടിലേക്കുള്ള യാത്രാ ദൂരം ബനിഹാൾ പാസിനെ ബൈപ്പാസ് ചെയ്തിട്ട് 16 കിലോമീറ്റർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ടണലിൻ്റെ നിർമ്മാണം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഓരോ 500 മീറ്ററിലും ഈ ടണലിൽ ഒരു എമർജൻസി ഇവാക്വേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്വിൻ ട്യൂബ് ടണലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഈ ട്വിൻ ട്യൂബ് ടണലിൽ ഒരു ട്യൂബ് ടണൽ എമർജൻസി സിറ്റുവേഷനിൽ മിലിറ്ററി യൂസിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രക്സ് ഇങ്ങനെ പിടിച്ചു നിർത്തിയാൽ എന്താ ചെയ്യില്ല ഇവര് പാവങ്ങൾ. ഇനിയിപ്പോൾ കുറച്ച് കുന്നും മലയൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ച് സമതല പ്രദേശത്ത് കൂടെ പോകുന്നു. അപ്പോൾ നമുക്കിനി ജമ്മു കാശ്മീരിൻ്റെ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ കാണാം. അവിടെയൊക്കെ കണ്ടോ വീറ്റാണ് കൃഷി ചെയ്യുന്നത്. വീടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ വീടൊക്കെ നോക്കും. അവിടെ തന്നെ കൃഷി സ്ഥലം മുമ്പിൽ. ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള വീടുകളും കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. കുറച്ച് ദൂരത്തേക്ക് ഇപ്പോൾ വീടുകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നമ്മൾ ശ്രീനഗർ പോകുമ്പോഴായാലും ശ്രീനഗർ എത്തിക്കഴിഞ്ഞാലും ഒക്കെ കൂടുതലും ഇങ്ങനത്തെ ട്രഡീഷണൽ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസൊക്കെയാണ്. അപ്പോൾ റോഡും ഒക്കെ ഇവിടെ നല്ലതാണ്. നമ്മൾ ജമ്മുന്ന് കയറിയപ്പോൾ മുതൽ കുറച്ച് റോഡ് മോശമായിരുന്നല്ലോ. അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ കുറച്ച് ദൂരത്തേക്ക് നല്ല റോഡാണ്. ഇപ്പോൾ മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഈ മിലിറ്ററി കൺവേ മൂവ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നോർമൽ പബ്ലിക്കിൻ്റെ ട്രാൻസ്പോർട്ട് കുറച്ച് സമയത്തേക്ക് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കും. ഓൾറെഡി ഞങ്ങളുടെ ഹോം സ്റ്റേൻ്റെ ഓണർ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതും കൂടി എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം യാത്ര ചെയ്യാൻ. പിന്നെ ഇപ്പോൾ ജമ്മുന്ന് ശ്രീനഗറിലേക്കുള്ള ബൈ റോഡ് ട്രാവൽ അഡ്വൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ അഡ്വൈസബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് അതേപോലെ എന്താണ് എഫിഷ്യൻ്റായ ഒരു ഡ്രൈവറും അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അത്രയും കട്ടക്ക് നിൽക്കുന്ന 1-2 ഫ്രണ്ട്സും ഒക്കെ കൂടെ വേറെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ജമ്മുന്ന് ശ്രീനഗറിലേക്കുള്ള റോഡ് ട്രിപ്പ് തീർച്ചയായിട്ടും ഒരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. അത് മുഴുവൻ ആ തീപ്പെട്ടി ഉണ്ടാക്കുന്ന മരമാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അംബാലയിൽ നിന്ന് അവരെനിക്ക് പറഞ്ഞു തന്നായിരുന്നു.
പോപ്പുലർ പോപ്പുലറാണ് ഈ മരത്തിൻ്റെ പേര് കേട്ടോ. ഇതിനകത്തുനിന്ന് തീപ്പെട്ടി ഉണ്ടാക്കുന്നത് ഇത് വളരെ എന്താ പറയുക, നല്ല എളുപ്പമുള്ള ബിസിനസ്സാണ്. വൺസ് ഇത് പ്രാവശ്യം ഈ മരം നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി പരിചരണമൊന്നും ആവശ്യമില്ല. അങ്ങനെ സ്വന്തമായിട്ട് വളർന്നോളൂ ഈ നോർത്ത് ഇന്ത്യയിലെ ക്ലൈമറ്റിൽ. എന്നിട്ട് ഇത് ഇത്രയും കൂടി ഇതിനേക്കാളും കുറച്ചും കൂടെ തടി വെക്കണം. തടിയാവുമ്പോൾ വെട്ടി വിറ്റാൽ പൈസയും. അതേപോലെ തന്നെ ഇവർ മറ്റേ യൂക്കാലിപ്റ്റസ് മരം വളർത്തുന്നുണ്ട്. ഇത് ഒരു മരത്തിന് 3000-5000 ഒക്കെ പൈസ കിട്ടും. അപ്പോൾ നല്ല ലാഭമല്ലേ. ഇനി വെള്ളവും ഒന്നും വേണ്ട. ഒരു പ്രാവശ്യം ഒന്ന് നട്ട് കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് ഇങ്ങനെ എപ്പോഴപ്പോൾ വളർന്ന് നമുക്ക് 3000-5000 രൂപ തന്നാൽ നല്ലതല്ലേ. പക്ഷെ ഇതിനേക്കാളും വില കുറവാണ് യൂക്കാലിപ്റ്റസിന്. പക്ഷെ യൂക്കാലിപ്റ്റസ് ഇവർ ഇതേപോലെ വളർത്തുന്നുണ്ട്, അമ്പാലയിലൊക്കെ വളർത്തുന്നുണ്ട്. അന്ന് അവർ രേണു ദീദിയുടെ കസിൻ പറഞ്ഞായിരുന്നു എന്നോട്. ഞാൻ അവരെ സ്ഥലം കാണാൻ പോയപ്പോൾ അവരെ വാങ്ങിച്ച സ്ഥലത്തെല്ലാം അവർ ഈ പോപ്പുലർ ട്രീയാണ് വെച്ചിട്ടില്ല. നല്ല ബിസിനസ്സാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വഴിയിലൊക്കെ ഇതേപോലെ CRPFൻ്റെ ചെക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ലൈനിലല്ലാണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കൺവേ പോകുന്നതെങ്കിൽ പോലും ഇവർ നമ്മളെ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സെക്യൂരിറ്റി റീസൺസ് ആയിരിക്കാം. നമ്മളതൊക്കെ അബൈഡ് ചെയ്തിട്ട് വേണം ശ്രീനഗറിൽ കൂടെയുള്ള യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൈഡിൽ കാണുന്നതൊക്കെ ഗോതമ്പ് പാടങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഗോതമ്പ് ഹാർവെസ്റ്റിംഗ് സീസൺ കഴിഞ്ഞു. അപ്പോൾ കൊയ്ത് കഴിഞ്ഞിട്ട് ഗോതമ്പൊക്കെ കൊണ്ടുപോയി അതിൻ്റെ ഇപ്പം നമ്മൾ നെല്ലിൻ്റെ കറ്റ എന്ന് പറയണ മാതിരി ഇതിൻ്റെ ഗോതമ്പിൻ്റെ കറ്റ അവർ പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഇത് കുറച്ചൊക്കെ ഇവരുടെ പശുവിനും എരുമയ്ക്കും ഒക്കെ കഴിക്കാൻ കൊടുക്കും. ബാക്കി അവിടെ തന്നെ കത്തിച്ചിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളമാക്കുക ചെയ്യണേ. ഇതാ ഷീപ്പും നോർമൽ ആടും ഒക്കെ മേയുന്നുണ്ടാ. ബനിഹാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാഫിക്കൊക്കെ ഓൾമോസ്റ്റ് തീരെ ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. അപ്പോൾ ട്രക്കൊക്കെ ആണെങ്കിലും അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ നോക്കുമ്പോൾ ടൂറിസ്റ്റിൻ്റെ വണ്ടികളായാലും കുറവായിരുന്നു. അപ്പോൾ അതെന്താ അറിയില്ല, ഇനി ടൂറിസ്റ്റ് കുറവായതുകൊണ്ടാണോ എല്ലാവരും ബൈ എയറോ ബൈ ട്രെയിനൊക്കെ ഓപ്റ്റ് ചെയ്തുകൊണ്ടാണോ എന്നും അറിയില്ല. എന്തായാലും അതിന് ശേഷമുള്ള യാത്ര തിരക്കൊക്കെ ഒഴിഞ്ഞ് കുറച്ചും കൂടി സ്മൂത്തായിരുന്നേ ബനിഹാളിന് ശേഷം. നോക്ക് മല, അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ശ്രീനഗർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ 1 കൂടെയാണ്. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ 1 എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ്. അത് NH-44ൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൻതാ ചൗക്ക് എന്നുള്ള സ്ഥലത്ത് കൂടെയാണ്. അത് അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പില്ലേ, പ്രധാനപ്പെട്ട ഒരു ബേസ് ക്യാമ്പാണ് ഈ പൻതാ ചൗക്കിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് സെക്യൂരിറ്റി സെൻസിറ്റീവ് ഏരിയയും കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കണ്ടിട്ടുണ്ടാവും ജമ്മു ആൻഡ് കാശ്മീർ പോലീസിൻ്റെ ഒരു വണ്ടിയൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ ശ്രീനഗർ സിറ്റിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത സ്റ്റേയിലെത്തും. വെൽക്കം ടു बदामी बाग कंटोनमेंट. बदामी बाग दावनी में आपका स्वागत है. ഓക്കെ, ദാവനി പറഞ്ഞ കന്റോൺമെന്റ് എന്ന് അർത്ഥല്ലേ? ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ദാവനി, അംബാല ദാവനി പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര നല്ല ചോദിച്ചത് അംബാല ഡിസ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ദാവനി പറഞ്ഞപ്പോൾ കന്റോൺമെന്റ് ആണ് മനസ്സിലായത്. ബദാമി ബാഗ് ദാവനി മേ ആപ്കാ സ്വാഗത് ഹൈ. വെൽക്കം ടു ബദാമി ബാഗ് കന്റോൺമെന്റ്. വില്ലോ ട്രീ ആ തോന്നുന്നു കേട്ടോ ഈ തൂങ്ങി കിടക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വില്ലോ ട്രീ പറഞ്ഞാൽ എന്താ പറയുക, ബാറ്റ് ഉണ്ടാക്കുന്നത്. ആ തൂങ്ങി കിടക്കുന്ന ഇല വില്ലോ ട്രീ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആണോ നമുക്ക് പിന്നെ നോക്കാം. ഇനി നമ്മൾ വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ളത്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനഗറത്തെ ഐക്കോണിക് ദാൽ ലേക്കിൻ്റെ പരിസരത്ത് കൂടെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ വശത്തൊക്കെ നമുക്കത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സംസ്ഥാന വൃക്ഷമായ അല്ലെങ്കിൽ അവരുടെ പൈതൃക വൃക്ഷം എന്നൊക്കെ അറിയപ്പെടുന്ന ചിനാർ മരങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ശ്രീനഗർ എത്തിക്കഴിയുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. എല്ലായിടത്തും ഈ ചിനാർ മരങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് 3-3.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റേയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേ. ഇതൊരു 3 നില ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ താഴെ ഓണറും വൈഫും അദ്ദേഹത്തിൻ്റെ മകനുമാണ് താമസിക്കുന്നത്. അപ്പോൾ ഓണറും വൈഫും ഗവൺമെൻറ് സെർവൻസ് ആണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ.
അപ്പോൾ ഓണർ ഞങ്ങൾക്ക് വന്നിട്ട് ചാവി തന്നിട്ട് ഉടനെ തന്നെ തിരിച്ചു പോയി. അവർക്ക് എന്തോ ഒഫീഷ്യൽ പർപ്പസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടിയൊക്കെ ഗ്രാമത്തിലാണുള്ളത്, കല്യാണം എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഹോം സ്റ്റേയുടെ ഗ്രൗണ്ട് ഫ്ലോർ. ഇത് അവരുടെ ലിവിങ് റൂമാണ്, ഓണറിൻ്റെയും ഫാമിലിയുടെയും. അത് കഴിയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം. ഫസ്റ്റ് ഫ്ലോറിൽ 3 റൂമുകളാണ് ഉള്ളത്. ഞങ്ങൾ 3 ഫാമിലി ഉള്ളത് കാരണം ഞങ്ങൾക്ക് 3 പേർക്കും മാത്രമായിട്ട് ഫസ്റ്റ് ഫ്ലോർ യൂസ് ചെയ്യാൻ പറ്റും. അവിടെയും ഒരു ലിവിങ് റൂമുണ്ട്, ടീപ്പോയും ചെയറൊക്കെ ആയിട്ട്. ഇതാണ് 3 റൂമുകൾ. ഏകദേശം സെയിം തന്നെയാണ്. ബെഡുണ്ട്, കബോർഡുണ്ട്, പിന്നെ ഒരു വാഷ്റൂമുണ്ട്. ഞാൻ ഞങ്ങളുടെ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ തന്നെയാണ് മറ്റൊരു 2 റൂമുകളും. കബോർഡുണ്ട്, ബെഡുണ്ട്, പിന്നെ ഒരു 4 ചെയറും ഒരു ടീപ്പോയും ഉണ്ട്. പിന്നെ ഇത് കാശ്മീരിൻ്റെ വെതറിനനുസരിച്ച് ഇവർ റൂമിലൊക്കെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ എക്സ്ട്രാ സൈഡിലുള്ള 2 കാർപ്പറ്റ് പീക്ക് വിൻ്റർ വരുമ്പോൾ തറയിൽ വിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും തണുപ്പായിരിക്കില്ലേ, അപ്പോൾ നമുക്ക് തറയിൽ ചവിട്ടുന്നത് പോലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ ഒരു ക്ലീൻ വാഷ്റൂമാണ്, ഗീസറുണ്ട് ഒക്കെ. അതാണ് ഞങ്ങളുടെ റൂം. ഇനി നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാമേ. ഒരു കുഞ്ഞു ബാൽക്കണിയുണ്ട്. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് ഉള്ള കാഴ്ചകളാണിത്. കാശ്മീരി സ്റ്റൈൽ വീടുകളും ആ കാണുന്നത് ആപ്പിൾ മരമാണേ. ഇതാ അവരുടെ കൃഷിയൊക്കെയാണ്. തോരിയൊക്കെ മുകളിലേക്ക് വളർന്നുണ്ട്, തോരിയുടെ ചെടിയൊക്കെ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് അവിടെ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഫ്ലോറിൽ ഇതേമാതിരി 4 റൂമുകളാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ആണെങ്കിൽ സെക്കൻഡ് ഫ്ലോർ 4 റൂമുകളാണ്. അപ്പോൾ ഗസ്റ്റൊന്നും ഇല്ലാത്ത കാരണം അത് അടച്ചിട്ടേക്കണം. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ആക്ച്വലി ഈ പെഹൽഗാം അറ്റാക്കിനൊക്കെ ശേഷം ഗസ്റ്റുകളൊക്കെ നല്ല കുറവാണ്. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ പോയത് ആക്ച്വലി ഒക്ടോബറിൽ പൂജ ഹോളിഡേയ്സിൻ്റെ സമയത്താണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവുന്ന സമയമായിരുന്നു. കാരണം വിൻ്റർ തുടങ്ങിയിട്ടുമില്ല, ക്ലൈമറ്റ് നല്ലതുമാണ്, അങ്ങനത്തെ ഒരു സീസണല്ലേ. ഇത് അതിൻ്റെ റൂഫാണ് ഇപ്പോൾ കാണിച്ചത്. അവിടെയൊക്കെ മുഴുവൻ ആർട്ട് വർക്കുകളാണ്. ഇനി ഇത് അവിടുത്തെ ടെറസാണ്. ഇപ്പോൾ ഈ ടെറസിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ശ്രീനഗറിലത്തെ കുറേ കാഴ്ചകൾ കാണാം. ആ മലയുടെ മുകളിൽ നേരെ കാണുന്നത് ശ്രീനഗറിലെ പ്രസിദ്ധമായ ശങ്കരാചാര്യ ക്ഷേത്രമാണ്, ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രം. പിന്നെ ഇപ്പോൾ കാണുന്ന ആ വീടിൻ്റെ പുറകിലായിട്ടാണ് ദാൽ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ഒന്ന് കണ്ട് സെറ്റിലായി. ഇനി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ശ്രീനഗറിലത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങാം. അതിൻ്റെ ഇടയിൽ ലഞ്ചും കൂടി കഴിക്കണം. അപ്പോൾ ഏകദേശം സമയം 1 മണി ആവാറായി. അപ്പോൾ ശ്രീനഗറിലത്തെ വിശേഷങ്ങളുമായിട്ട് കൂടുതൽ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.